നമ്മളൊരാൾക്ക് വേണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വേണ്ടാന്ന് തന്നെയാണ്. അതിപ്പോൾ ഗണേഷ് കുമാർ ഏതൊരു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ ജോലികൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയൊരു ഒരു 2-3 സെൻറ്റിമീറ്റർ സുഹൃത്തുക്കളെ, നമുക്ക് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ മാറാനും ഒറ്റപ്പെടാനും കഴിയണത്. ഞാൻ ഈ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ വാഹനം ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒരിക്കലും പരിചയപ്പെടില്ലായിരുന്നു. ഞാൻ വേറെ എന്തെങ്കിലും ഫീൽഡിലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ സബ്സ്ക്രൈബേഴ്സും അതേപോലെ എന്നെ കാണാനും അറിയാനും കഴിയില്ല. അപ്പോൾ അതാണ് ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥകൾ. ദിവസേന നമ്മൾ ഓരോ ആൾക്കാരെ കാണണം, പരിചയപ്പെടണം. ബന്ധങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത്. നല്ല ബന്ധങ്ങൾ എന്താണ് ശരിക്കും നല്ല ബന്ധങ്ങൾ? പണക്കാരാണോ? അല്ല. പാവപ്പെട്ടവരാണോ? അല്ല. പിന്നെ ആരാ? ശരിക്കും നമ്മൾ നല്ല ഒരാളായിട്ടിരിക്കുക, അപ്പോഴാണ് നല്ല ബന്ധങ്ങളാവുള്ളൂ. പിന്നെ നമ്മളൊരാൾക്ക് വേണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വേണ്ടാന്ന് തന്നെയാണ്. അതിപ്പോൾ ഗണേഷ് കുമാർ ഏതൊരു സിനിമയിൽ പറയണ്ടായി. അത് സത്യം തന്നെയാണത്. അതിപ്പോൾ പ്രത്യേകിച്ച് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾക്ക് നമ്മൾ വേണ്ടെങ്കിൽ അയാൾ ഒഴിഞ്ഞു പോകാനുള്ള കാരണങ്ങൾ അയാൾ തന്നെ സ്വയം ഉണ്ടാക്കും. നമ്മൾ എത്ര അങ്ങോട്ട് പോയി സമീപിച്ചാലും അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാം? അതേ അവസ്ഥ തന്നെയാവും നമ്മുടെ അവസ്ഥ. ആ മറ്റൊരാൾ ചിലപ്പോൾ നമ്മളായിരിക്കാം. ഒക്കെ ആൾക്കാർ കയ്യാട്ടുണ്ട്. പക്ഷേ ഇതാണ് നമ്മുടെ ലോകം. രക്ഷിക്കൂ എന്ന് പറഞ്ഞാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വണ്ടി, അതാ മുന്നേ പോണൊരു വണ്ടി ഇല്ലേ, അതിൻ്റെ ബോഡി ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയൊരു 2-3 സെൻറ്റിമീറ്റർ ബോഡി വലിപ്പം കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? അതിൻ്റെ സൈഡത്തെ 2 സൈഡത്തെ ഗ്ലാസ് 3/4 ഭാഗമേ കാണുന്നുള്ളൂ. അപ്പോൾ ഡ്രൈവർക്ക് 2 സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ, ബാക്കിൽ വരുന്ന വണ്ടികളെ കാഴ്ചകൾ കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ അതിൻ്റെ ബോഡി റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊരു ചെരിവ് ഉണ്ട്. അത് ബോഡിയുടെ എന്തോ പ്രശ്നമാണ്, സംശയമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ബോഡി. ആ ഡ്രൈവർക്ക് ശരിക്ക് ഇതത്ര അടുത്തെത്തിയാൽ മാത്രമാണ് കാണാൻ പറ്റുക. ബോഡി ചെറുതായിട്ട് സൈഡിലേക്ക് തൂങ്ങുന്നുണ്ട് അല്ലേ? ഞാൻ ഡ്രൈവറെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു, ചെറിയ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. അത് അവർ ശ്രദ്ധിച്ചു പോയാൽ മതി. മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഓരോ ബോഡിയുടെ അളവും
നീളവും വീതിയൊന്നും അറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നമ്മളെന്താ അറിയുക, നമ്മൾ നമ്മുടെ തന്നെ ശ്രദ്ധിച്ച് പോവുക. ഇപ്പോഴത്തെ കാലത്തൊന്നും വീണ് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല കേട്ടോ. ഒക്കെ ഉണ്ട് എന്ന് വാക്കുകൊണ്ട് പറയും, പക്ഷെ ആ സമയത്ത് ആരും ഉണ്ടാവില്ല. സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഓരോ പ്ലാനിങ് ആയിട്ട് ഇറങ്ങിയതാ, നോക്കുമ്പോൾ ഒന്നും നടന്നില്ല. നമുക്ക് പൊതുവെ മുടക്കങ്ങളാണ്. നമുക്ക് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ പോകണമെന്ന് കരുതിയ അന്ന് അപ്പം ഏതെങ്കിലും മറ്റേ കോഴിയുടെ കാൽമ മുടി ചുറ്റി പിടിക്കാന്ന് പറയില്ല, അതേപോലെ അവസ്ഥയിൽ ഇതിപ്പോൾ ആരെയും കുറ്റം പറയാനും പറ്റില്ല. ഇപ്പം എന്താണ് പ്രശ്നം എന്നുള്ളത് ശരിക്കും അറിയില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് നാട്ടിലത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ നല്ലത്, നഗരത്തിലത്തെ കാര്യവും പറയാതിരിക്കാൻ നല്ലത്. എന്താണ് പിന്നെ പറയേണ്ടതെന്ന് അങ്ങനെ ആലോചിക്കുന്നത്. ഈ പറഞ്ഞ മാതിരി ചിന്തയൊന്നുമല്ല വരുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ സമയങ്ങളാണ്. അവരുടെ സമയത്തിനാണ് വില, അല്ലാതെ നമ്മളെ സമയത്തിനല്ല വില. നമ്മൾ വെറുതെ എന്താ പറയുക, ഈ കുളത്തിലെ പായൽ കണ്ടോ, പായൽ ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല അറിഞ്ഞേ. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഒരു പേജ് ഇതാ കീറി പോകാൻ പോവാണ്. കുറച്ചും കൂടി സമയമായി കഴിഞ്ഞാൽ നമ്മളെ ആ ദിവസത്തെ ഓർമ്മകൾ മാത്രമായിട്ട് വേറൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ ജോലികൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാം. ഇല്ലെങ്കിൽ നാളെ നമ്മൾ ഖേദിക്കേണ്ടി വരും. അതെപ്പോഴും നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കട്ടോ.